അനർഘ നിമിഷങ്ങൾക്കിനി ലാവീസിന്റെ ലാവണ്യ സ്പർശം. ലാവീസ് ഡിസൈൻസ് ബ്രൈഡൽ കളക്ഷൻസ് നിയർ AKG ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. 80-ലാണ് സഖാവ് മുഖ്യമന്ത്രിയാകുന്നത്. അതിനുശേഷം ഞങ്ങളും മക്കളും തിരുവനന്തപുരത്ത് സഖാവിൻ്റെ കൂടെ പോയി താമസിച്ചത്. പിന്നെ അങ്ങ് 80 പിന്നെ 81 21 മാസം ആ സമയത്ത് മന്ത്രിസഭ ഉണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നേരെ നാട്ടിലേക്ക് തന്നെ വന്നു. സഖാവ് MLA ക്വാർട്ടേഴ്സിലേക്ക് പോയി. ഞങ്ങൾ നേരെ വണ്ടി കയറി കല്യാശ്ശേരി വന്നു, ഇവിടത്തേക്ക് വന്നു. പിന്നെ വീണ്ടും സഖാവ് രണ്ടാമത്തെ മന്ത്രിസഭ 87 അപ്പോൾ മുഖ്യമന്ത്രിയായ ഞങ്ങൾ കൂടെ പോയി അവിടെ താമസിച്ചു. അങ്ങനെ 87 പിന്നെ 87 മുതൽ പിന്നെ 4 കൊല്ലമായിരുന്നു രണ്ടാമത്തെ മന്ത്രിസഭ 91 വരെ. അത് കഴിഞ്ഞ് പിന്നെ ഇത് പ്രതിപക്ഷ നേതാവായി. മുഖ്യമന്ത്രിൻ്റെ സ്ഥാനം കഴിഞ്ഞ ശേഷം പിന്നെ പ്രതിപക്ഷ നേതാവായി. പ്രതിപക്ഷ നേതാവ് അല്ല, സ്റ്റേറ്റ് സെക്രട്ടറി. പ്രതിപക്ഷ നേതാവായതിന് ഒരു കൊല്ലം. അതിനുശേഷം പിന്നെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് 4 കൊല്ലം ഞങ്ങൾ വഴുതക്കാട് ഒരു വാടക വീട്ടിൽ താമസിച്ചു. 4 കൊല്ലം അങ്ങനെ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പം വീണ്ടും 96 ഇലക്ഷൻ വന്നു. ആ ഇലക്ഷനിൽ മൂന്നാമതും മുഖ്യമന്ത്രിയായി. അത് വിചാരിക്കാണ്ട് സഖാവ് മത്സരിക്കാണ്ട് ആ സമയത്ത് മൂന്നാമത്തെ മന്ത്രിസഭയിൽ സഖാവ് മത്സരിക്കാണ്ട് പിന്നെ മുഖ്യമന്ത്രിനെ തീരുമാനിച്ച ശേഷമാണ് പിന്നെ രണ്ടാം ഇലക്ഷൻ വെച്ചത്. അവിടെ തലശ്ശേരി മണ്ഡലത്തിലാണ് പിന്നെ മൂന്നാമത്തെ. അങ്ങനെ 3 തവണ മുഖ്യമന്ത്രിയായി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായത് സഖാവ് തന്നെ. ഏറ്റവും എന്താ പറയേണ്ടത്, സഖാവ് എല്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യം എന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് സഖാവ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ്. അവിടെ നിന്നാണ് പിന്നെ CH കണാരൻ സഖാവ് മരിച്ച് ആ സമയത്താണ് സ്റ്റേറ്റ് സെക്രട്ടറി ആയത്. പിന്നെ അത് പിന്നെ MLA ആയിരുന്നു, മുഖ്യമന്ത്രി. അങ്ങനെ ആയത്. അങ്ങനെ ജീവിതം പടിപടിയായിട്ടാണ്. അപ്പോൾ എല്ലാം തന്നെ സഖാവിൻ്റെ ഒരു ഡയറിയിൽ ഞാൻ നോക്കിയിട്ടുണ്ട്. സഖാവ് എല്ലാ കൊല്ലവും എഴുതി വെക്കും. സഖാവ് ഇത്ര കൊല്ലം മുഖ്യമന്ത്രിയായി, കൊല്ലം ഇത്ര പ്രതിപക്ഷ നേതാവ്, ഇത്ര MLA. 23 കൊല്ലമാണ് MLA ആയത്, 23 വർഷം. അതിനിടയ്ക്ക് പിന്നെ സ്റ്റേറ്റ് സെക്രട്ടറി. അങ്ങനെ ഓരോ പടിപടിയായിട്ടാണ്. എന്നെ കല്യാണം കഴിക്കുമ്പോൾ ജില്ലാ സെക്രട്ടറി, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി. കാലശേഷമുള്ള ഓർമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും സഖാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു കാലശേഷം എന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുകയില്ല. എന്താ വെച്ചാൽ എനിക്ക് എപ്പോഴും എൻ്റെ ഞങ്ങളങ്ങനെ ഒന്നിച്ച് താമസിച്ച് ഞങ്ങളെ ആ ജീവിതം, വിവാഹ ജീവിതത്തിന് ശേഷം ഞങ്ങൾ ഒന്നിച്ച് താമസിച്ച്, ഞാൻ പറഞ്ഞില്ല ആദ്യം മുഖ്യമന്ത്രിയാകുന്ന 58-ലാണ് ഞങ്ങളെ കല്യാണം കഴിഞ്ഞത്. 58-ൽ കല്യാണം കഴിഞ്ഞിട്ട് 80-ലാണ് ഞങ്ങൾ പിന്നെ തിരുവനന്തപുരത്ത് സഖാവിൻ്റെ കൂടെ താമസിക്കുന്നു മുഖ്യമന്ത്രി ആയപ്പോൾ. അപ്പോൾ അതുവരെ സഖാവ് മാസത്തിൽ വരും. ഞാൻ സഖാവിൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലുമായിട്ട് താമസിച്ചു. അങ്ങനെയായിരുന്നു ഞങ്ങളെ ജീവിതം. അതുകൊണ്ട് എപ്പോൾ അങ്ങനെ ജീവിച്ചതുകൊണ്ട് എനിക്ക് എന്നും എൻ്റെ സഖാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള ആ ഒരു വിചാരം. അല്ലാണ്ട് ഞാൻ ഒറ്റപ്പെട്ടു എന്നുള്ള ആ ഒരു ചിന്ത എനിക്ക് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല അതിനെ പറ്റിയിട്ട്. ഇങ്ങനെ നമുക്കങ്ങനെ അത് എൻ്റെ സഖാവ് തന്നെ പഠിപ്പിച്ച പാഠമാണ്. അതങ്ങനെ നമ്മൾ അങ്ങനെ ഒറ്റപ്പെട്ടു പോയി, അല്ലെങ്കിൽ എനിക്ക് ആരുമില്ല, എനിക്ക് ഇപ്പം അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒരു വിഷമം എനിക്കില്ല. പക്ഷെ സഖാവ് പോയത് ആ ഒരു എന്നാലും നമുക്ക് ജീവിതത്തിൽ നമുക്ക് മറക്കാനാവാത്ത ഒരു സംഭവമാണെന്നല്ല മരണം എന്ന് പറഞ്ഞാൽ. അതെപ്പോഴും എന്നെ മനസ്സിൽ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ എനിക്ക് സങ്കടം തന്നെ അത് ആലോചിച്ചാൽ. പിന്നെ ഇപ്പം മക്കളും എല്ലാവരും കൊച്ചുമക്കളും എങ്കിലും നമ്മളെപ്പോഴും നമ്മൾ സഖാവ് ഉണ്ടായിരുന്നെങ്കിൽ എന്നല്ലേ നമ്മൾ ചിന്തിക്കുള്ളൂ. കണ്ണൂരിൽ 45 വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് സ്വന്തം. കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ, MRF, ഇൻഡിഗോ, ഷാലിമാർ, സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ.
മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിനെ വ്യത്യസ്തമാക്കുന്നു. കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു. കുഞ്ഞപ്പ ട്രേഡേഴ്സ്, സ്റ്റേഡിയം കോംപ്ലക്സ്, കണ്ണൂർ. ഫോൺ 9383 462 422.